ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നല്ലൊരു സുഹൃത്തിനെ കിട്ടുക എന്നത്. നല്ല ഒരു സുഹൃത്തിനെ കിട്ടുക എന്നത് വളരെ നിസ്സാരമായ കാര്യമേ അല്ല. നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നത്, ഒരുപാട് രക്ഷിക്കുന്നത്. അച്ഛനും അമ്മയുടെ അടുത്തും പറയാത്ത പല കാര്യങ്ങളും സുഹൃത്തിനോട് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ചങ്ങാതി നല്ലതായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴമൊഴി വളരെ അർത്ഥവത്താണ്. അത് മനസ്സിലാക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയുകയും ചെയ്യും. പക്ഷേ ഇന്നത്തെ ചങ്ങാതിമാർക്ക് ഒന്നിൻ്റെ വലിപ്പം മാത്രമേ അറിയാവൂ. അവർക്ക് സമ്പത്തിൻ്റെ, പണത്തിൻ്റെ ആ വലിപ്പം മാത്രമേ അവർക്കറിയാവൂ. അത് കാരണം അവർ ഒരുപാട് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. യഥാർത്ഥത്തിൽ നല്ല ഒരു ചങ്ങാതിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തെറ്റുകുറ്റങ്ങൾ തിരുത്തി അവരിൽ നല്ല പ്രോത്സാഹനങ്ങൾ കൊടുത്ത് ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമായി തീരും. ഒരു നല്ലൊരു സുഹൃത്തിനെ കിട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സുഹൃത്തിൻ്റെ ലക്ഷ്യം എന്താവും എന്ന് നമുക്ക് അവസാനമേ അറിയാൻ കഴിയൂ. അതിനിടയിൽ നമ്മൾക്ക് ഈ സുഹൃത്തുമായിട്ടുള്ള നല്ല ബന്ധങ്ങളിൽ പല പല ശ്രദ്ധകളും വേണം. ആ ശ്രദ്ധയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സുഹൃത്ത് നല്ലതാണോ ചീത്തയാണോ എന്നറിയാം. കുഞ്ഞു കുട്ടികളെ നമ്മൾ എഴുതിപ്പിക്കുന്നത് പെൻസിൽ കൊണ്ട് മാത്രമേ എഴുതിപ്പിക്കാറുള്ളൂ. ഒരു കൊച്ചുകുട്ടിക്ക് ഒരാളും പേന കയ്യിൽ കൊടുക്കാറില്ല. കാരണം പേനയ്ക്ക് സുഹൃത്തില്ല. അത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായി കഴിയും പേനയ്ക്ക്. പെൻസിലിന് അങ്ങനെയല്ല. പെൻസിലിന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പെൻസിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നതോടൊപ്പം കുഞ്ഞിൻ്റെ കയ്യിലൊരു സുഹൃത്തിനെയും കൊടുക്കും. പെൻസിലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായ എറൈസർ, റബ്ബർ കൊടുത്തിട്ട് പറയും, നമ്മൾ എഴുതുമ്പം മാഞ്ഞു പോവും, നമ്മൾ എഴുതുമ്പം തെളിയാതെ വരും. പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്. നമ്മൾ എഴുതുമ്പം വലിയ വലിയ തെറ്റുകൾ വരും. വലിയ തെറ്റ് വന്നാലും ചെറിയ തെറ്റ് വന്നാലും ഈ പെൻസിലിൻ്റെ സഹായി എന്ന് പറയുന്നത് റബ്ബറാണ്, എറൈസറാണ്. അത് മാച്ച് അതിനെ ക്ലിയറാക്കും. അതിൽ നമ്മൾ കാണിക്കുന്ന അഹങ്കാരം കൊണ്ടോ ധിക്കാരം കൊണ്ടോ അല്ലെങ്കിൽ ശക്തി കൂട്ടിക്കൊണ്ട് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ ആ പേപ്പർ കീറുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഈ റബ്ബർ ഉപയോഗിച്ച് അഴിച്ച് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നല്ല അക്ഷരവും തെറ്റില്ലാത്തതും എഴുതാൻ നമ്മളെ സഹായിക്കുന്നത് റബ്ബറാണ്. അപ്പം പെൻസിലിൻ്റെ ഏറ്റവും വലിയ ഒരു സുഹൃത്താണ് റബ്ബർ. ഈ റബ്ബർ എങ്ങനെയാണോ പെൻസിലിനെ സഹായിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ സുഹൃത്ത് സഹായിക്കുന്നത്. കുറേ കാലം നമ്മൾ എഴുതി തറോ ആവുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾക്ക് റബ്ബറിൻ്റെയോ പെൻസിലിൻ്റെയോ ആവശ്യമില്ലാതായി മാറും. ഇതിൻ്റെ അർത്ഥം സുഹൃത്തിനെ കളയണം എന്നൊരർത്ഥമേ ഇതിനകത്ത് വരുന്നില്ല. നല്ല ഒരു സുഹൃത്തിനെ കിട്ടുന്നത് വരെ മാത്രം നമ്മളിത് ഉപയോഗിക്കുക. നല്ല ഒരു സുഹൃത്തിനെ കിട്ടിയതിന് ശേഷം ഉപേക്ഷിക്കുക എന്ന അർത്ഥം ഇതിനകത്ത് വരുന്നതേയില്ല. കുറേ നന്നായിട്ട് എഴുതി ശീലിച്ച ഒരാൾക്ക് പെന്ന് വെച്ചിട്ട് എഴുതാൻ പറ്റും. പെന്നിനൊരു അബദ്ധം പറ്റിയാൽ, ഒരു തെറ്റ് പറ്റിയാൽ ഒരു വെട്ടാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു തിരുത്തൽ നടത്തിയാൽ ആ പേപ്പർ മൊത്തമായിട്ട് വികൃതമാവും. അപ്പോൾ മൊത്തം ഒന്ന് വെട്ടുന്നത് നല്ല രീതിയിൽ ഒരു വെട്ടി ക്ലിയറായി മുന്നോട്ട് പോയാൽ മാത്രമേ കാണാനൊരു ഭംഗി കാണൂ. ആ വെട്ട് നല്ല രീതിയിൽ വെട്ടണം. അത്രയും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പെൻസിൽ കൊണ്ട് എഴുതുമ്പോഴത്തേക്ക് തെറ്റുപറ്റിയാൽ നമ്മൾ എറൈസറിട്ട് മാറ്റുന്നത് പോലെ, മായ്ക്കുന്നത് പോലെ ഒരു പെന്നിട്ട് എഴുതുമ്പോഴത്തേക്ക് ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്ര പ്രാപ്തമായതിന് ശേഷമാണ് നമ്മൾ പെന്ന് ഉപയോഗിക്കുന്നത്. ആ പെന്ന് ഉപയോഗിച്ച് നല്ല രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞു. അക്ഷരങ്ങൾ ക്ലിയറായിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പം എത്ര നന്നായി പഠിക്കുന്ന കുട്ടിയും അക്ഷരം നല്ലതല്ലെങ്കിൽ മാർക്ക് വളരെ കുറയും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടി അക്ഷരവും നന്നായിട്ട് എഴുതാൻ പഠിക്കണം. ഇതിനോടൊപ്പം
നമ്മൾക്ക് എല്ലാ ഭാഗ്യവും നമ്മൾക്കിതിലെടുക്കാൻ പറ്റും, എല്ലാ ഭാഗ്യവും കൊടുക്കാൻ പറ്റും. നമ്മുടെ സുഹൃത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. നല്ലത് മാത്രം പറഞ്ഞു തരുന്ന സുഹൃത്തായിരിക്കണം നമുക്കുള്ളത്. നമ്മുടെ തെറ്റുകൾ തിരുത്തി അതിനെല്ലാം മായ്ച്ചു കളഞ്ഞ് പുതിയ പുതിയ നല്ല കാര്യങ്ങൾ എഴുതി ചേർക്കാനുള്ള കഴിവ് ഉള്ള ഒരു സുഹൃത്തായിരിക്കണം നമ്മൾക്കുണ്ടായിരിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല ഒരു സുഹൃത്തിനെ തേടിയെടുക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇതിൻ്റെ സഹായവും ഒരു ഈശ്വരന് നന്നായിട്ട് ചെയ്തു തരാൻ കഴിയും. ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നമുക്ക് എല്ലാ തരത്തിലുള്ള ഭാഗ്യം നേടിയെടുക്കുക. സർവ്വ ഐശ്വര്യങ്ങളും തരാൻ ഭഗവാന് കഴിയും, ഭഗവാൻ തന്നിരിക്കും. എല്ലാവർക്കും ഇത് വേണം, എല്ലാവർക്കും ഇത് കിട്ടും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ.